പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം കർത്താവ് നിങ്ങളെ പരിപാലിക്കുമാറാകട്ടെ. അവിടുത്തെ വിട്ടുപിരിയാത്ത സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇന്ന് പറയുന്നത് ആ ഹൃദയത്തിലോട്ട് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതമാ. അവിടുന്ന് ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാ. നിങ്ങൾക്ക് കാണുവാനോ അനുഭവിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിലും കർത്താവിൻ്റെ കരം നിങ്ങളിൽ ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. പൊന്ന് എപ്പോഴും തീയിലൂടെ കടത്തിവിട്ട ശുദ്ധീകരിച്ച് തനി തങ്കമായി പുറത്തു വരുന്നത്. നല്ലൊരു മൺപാത്രം പണിയപ്പെടണമെങ്കിൽ അത് തീയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നല്ലൊരു മാനപാത്രമായി പുറത്തു വരണമെങ്കിൽ ചില പണിയിലൂടെ കടന്നു പോകണം. പണി അത്ര സുഖമുള്ള പരിപാടിയല്ല, അത് വേദനാജനകമാ, ചൂടേറിയ അനുഭവമാ. മരുഭൂസമമായ അവസ്ഥകളിലൂടെ കടന്നു പോയേക്കാം. പക്ഷേ അവിടെയൊക്കെ പണിയുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നിലനിൽക്കുവാൻ സാധിക്കും. വീണു പോകാതെ, തകർന്നു പോകാതെ, പിറുപിറുക്കാതെ, സംശയിക്കാതെ പണിയപ്പെടുന്ന നിങ്ങൾ പണിയുന്ന കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തിൽ മുന്നേറുവാൻ സാധിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരിക്കൽ കൂടെ നിങ്ങൾ കർത്താവിൻ്റെ കൈയാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. സഹിക്കാൻ വയ്യാത്ത പെയിനിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. പണി എത്രയും വേഗം പൂർത്തീകരിക്കും. നിങ്ങളാകുന്ന മാനപാത്രത്തിലൂടെ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. നിങ്ങൾ കർത്താവിൻ്റെ കരത്താൽ പ്രയോജനപ്പെടും. ഈ നടക്കുന്ന പണികളൊന്നും വൃഥ അല്ല. ദൈവത്തിന് ചില വലിയ ഉദ്ദേശ്യങ്ങളുണ്ട്. തൻ്റെ ഉദ്ദേശ്യത്തിനൊത്ത് തനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ എത്ര വലുതാണോ ആ പ്ലാനിനൊത്തവണ്ണമുള്ള ചില പണികളിലൂടെ കടന്നു പോകുന്നേ. ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഓരോ അനുഭവവും ഓരോ പണിയാണെന്ന്. അതെന്നെ ട്രാൻസ്ഫോം ചെയ്യുവാൻ, എൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗം അനുവദിക്കുന്നതാണെന്ന്. അതെ, തികഞ്ഞ ഒരു ദൈവ പൈതലായി, ഒരു മാനപാത്രമായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരും. കർത്താവിൻ്റെ കരത്താൽ പണിയപ്പെട്ട് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ കടന്നു പോകുന്ന അങ്ങയുടെ കരത്താലുള്ള പണികളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. Sometimes it is hard, it is painful. പക്ഷെ ഞങ്ങൾ അറിയുന്നു ഈ ലോകത്തിൽ അങ്ങേ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ ഈ പണികളിലൂടെ കടന്നു പോകണമെന്ന്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ കീഴെ അങ്ങയുടെ താങ്ങുന്ന ഭുജമുണ്ടല്ലോ, അങ്ങയുടെ വീര്യമുള്ള കൈ ഞങ്ങളെ നടത്തുന്നല്ലോ. അതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരാരും ഡിസപ്പോയിന്റ് ആയി പോകല്ലേ അപ്പാ. ഇപ്പോൾ തന്നെ അവരുടെ ചുമലിൽ തട്ടി അങ്ങ് ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുറികൾക്കകത്ത് ഇപ്പോൾ ഒന്ന് അനുഭവിക്കട്ടെ. യാത്ര ചെയ്യുന്നവരുടെ വാഹനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ അങ്ങയുടെ മക്കളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു അപ്പാ. ഞാൻ എൻ്റെ പ്രിയരെയെല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബി ഓഫ് ഗുഡ് കറേജ്. കർത്താവ് പണിതുകൊണ്ടിരിക്കുക. ഹീസ് അറ്റ് വർക്ക്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നല്ലൊരു മാനപാത്രമായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരും. ബി സ്ട്രോങ്. ബ്ലെസ് യു.